BDS കോഴ്സിന് കോളേജ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതാണ് നമ്മളിവിടെ പറയുന്നത്. അതെ, BDSന് കേരളത്തിലൊരു സ്റ്റുഡൻറ്റ് നോക്കുമ്പോൾ കീം ത്രൂ ആണ് നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത്. കേരള എൻട്രൻസ് കമ്മീഷണർ ത്രൂ. അവർ ആക്ച്വലി ഒരു റൗണ്ടിൽ കൊടുത്ത ഓപ്ഷൻസ് പിന്നീട് മാറാൻ സമ്മതിക്കത്തില്ല. അപ് ടു 3rd റൗണ്ട് വരെ സെയിം ഓപ്ഷൻസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യേണ്ടത്. സോ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മൾ കോഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വിജിലൻ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട നല്ല കോളേജ് ചിലപ്പോൾ കിട്ടാണ്ട് പോയേക്കാം. സോ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഡോക്ടർ? അതിനെ പറ്റിയുള്ളൊരു ഒപ്പീനിയൻ എന്താണ്? അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നൊരു എക്സ്പീരിയൻസ് വെച്ച് BDSന് പൊതുവെ ഉഴപ്പിയാണ് കുട്ടികൾ ഓപ്ഷൻസ് കൊടുക്കാറ്. ഫോർ എക്സാമ്പിൾ ഇപ്പം വീടിനടുത്തുള്ള കോളേജുകൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് എന്നാൽ പിന്നെ അത് ആദ്യം കൊടുത്തേക്കാം. അതുപോലെ നോക്കാത്തവരുണ്ട്. ആ ആൽഫബറ്റിക് ഓർഡറിൽ അതേപടി കൊടുക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി, ഇല്ലേ? അതെ, അത് ഏറ്റവും മണ്ടത്തരമാണ്. കാരണം നമ്മൾ ആ ഒരു തെറ്റായ തീരുമാനമാണ് അടുത്തൊരു 5.5 വർഷം അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ലൈഫ് ഉൾട്ടാ തിരിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ. അപ്പോൾ നമ്മളെപ്പോഴും ഗവൺമെൻറ് കോളേജുകൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കാനില്ല. അത്യാവശ്യം എല്ലാം തന്നെ ക്വാളിറ്റി ഉള്ള കോളേജുകളാണ്. നമുക്ക് നിയർ ബൈ ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കുന്നതിൽ വലിയ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ പ്രൈവറ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് പഠിക്കുന്ന കോളേജ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു കേട്ട് മറന്നൊരു കോളേജ് ആ രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കരുത്. നമുക്ക് പരിചയമുള്ള പേര് അതൊക്കെ വെച്ചാണ് സ്റ്റുഡൻസ് ഓപ്ഷൻസ് കൊടുക്കുന്നത് ആക്ച്വലി. അതെ. പക്ഷേ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏറ്റവും പേഷ്യൻ്റ് ഫ്ലോ ഉള്ള കോളേജിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കണം, അല്ലേ? കാര്യം ഇത് ഒരേ കൗൺസിലിംഗ് ത്രൂ ആണ് ഇത് എല്ലാ കോളേജുകളും പോകുന്നതെങ്കിലും പല കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ പേഷ്യൻ്റ് ഫ്ലോ, നല്ല പേഷ്യൻസ് ഒരു ദിവസം ഒരു 300 OP ഉള്ള പേഷ്യൻസ് ഉണ്ട്, 30 താഴെ പേഷ്യൻ്റ് വരുന്ന കോളേജുകളുണ്ട്. അതെ, അപ്പം അതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് മാത്രമേ ഓപ്ഷൻസ് കൊടുക്കാവുള്ളൂ, അല്ലേ? അതെ, അത് നമ്മൾ ഒരിക്കലും നമ്മുടെ വീടിനടുത്തുള്ള കോളേജ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് പ്രത്യേകിച്ചും BDS നമ്മൾ ആ രീതിയിൽ ഓപ്ഷൻ കൊടുക്കരുത്. ഏത് മാർക്കുകാർക്കും BDS കിട്ടാനുള്ളൊരു ഓപ്ഷൻ കേരളത്തിലുണ്ട്, അല്ലേ? അതെ. സോ നമ്മുടെ മാർക്കിന് കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ കോളേജിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതെ. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഓപ്ഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും പേഷ്യൻ്റ് ഫ്ലോ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കോളേജും പോയി കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകത്തില്ല. നമ്മളെല്ലാ കോളേജും പോയി കണ്ടേക്കുന്നതാണ്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസായിട്ട് കണക്ട് ചെയ്ത് തരാൻ പറ്റും. ഏത് രീതിയിൽ നിങ്ങളെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അതെ. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കും കേരളത്തിന് വെളിയിൽ പോകാത്ത കേരളത്തിൽ തന്നെ സ്കോളർഷിപ്പുകൾ കിട്ടുന്ന കോളേജുകളുണ്ട്. അതെ, ഏത് രീതിയിൽ നിങ്ങൾക്കുള്ള അസിസ്റ്റൻസിനും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് SC ST OEC സ്റ്റുഡൻസ് പ്രത്യേകിച്ച് നോക്കേണ്ടത് ഓപ്ഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും അവർക്ക് സെൽഫ് ഫിനാൻസിങ്ങും ഗവൺമെൻറ്റും ഫ്രീ ആണ്. അപ്പം അത് അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ കോളേജിലേക്ക് എത്താനുള്ള ഓപ്ഷനാണ്. നമ്മുടെ സ്കോർ വെച്ച് നമുക്ക് എത്താവുന്ന ഏറ്റവും ബെറ്റർ, അല്ലേ? ഏത് രീതിയിലായിക്കോട്ടെ, പേഷ്യൻ്റ് രീതിയിലായിക്കോട്ടെ, നമ്മുടെ ഫിനാൻഷ്യൽ രീതിയിലായിക്കോട്ടെ, നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ബെറ്ററിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക, അല്ലേ? മാത്രമല്ല അവർക്ക് ട്യൂഷൻ ഫീസ് മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്. ചില സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സ്കോളർഷിപ്പ് ത്രൂ അവർക്ക് അഡീഷണൽ ഫീസ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. സോ അത് എങ്ങനെ അവെയിൽ ചെയ്യാമെന്ന് 100% അതിനെപ്പറ്റി മനസ്സിലാക്കി നമുക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും കൃത്യമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്ത പിന്നീട് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. സോ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആദ്യം തന്നെ ഏറ്റവും വൈസ് ഡിസിഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ BDSന് പോകാൻ തീരുമാനിച്ചാൽ ഓപ്ഷൻ്റെ അകത്ത് കൃത്യമായൊരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ കോളേജിനെ നമ്മുടെ പ്രയോറിറ്റി ഓർഡറിൽ ആരെങ്കിലുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഈ ഫീൽഡിൽ എക്സ്പേർട്ടായ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഓപ്ഷൻ കൊടുക്കാൻ. അല്ലാണ്ട് നമ്മൾ കീമിൻ്റെ ഓപ്ഷൻ തീരുന്ന ദിവസം 5 മണിക്കല്ല നമ്മൾ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യേണ്ടത്. നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ആണ്. നമ്മളെന്തായാലും അതിനെപ്പറ്റി എല്ലാം ഒരു വെബിനാർ ആക്ച്വലി കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ എല്ലാ വീക്കിലും ഒരു വെബിനാർ വെച്ച് BDSൻ്റെ സ്കോപ്പിനെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നമ്മളായിട്ട് 1-to-1 സെക്ഷനും അതുപോലെ തന്നെ വെബിനാറിലും അറ്റൻഡ് ചെയ്യാനും നമ്മളെ താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് ചെയ്ത് കൃത്യമായിട്ട് ഓപ്ഷൻ അറേഞ്ച് ചെയ്ത് മാത്രം നമ്മൾ മുൻപോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത 5.5 ഇയറിലേക്ക് നമ്മൾ അതുമാത്രമല്ല നമ്മുടെ എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണിത്. ഓക്കെ, താങ്ക് യു.